അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഞാനിപ്പോൾ കോട്ടയത്താണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. പല പല കാര്യങ്ങളും കൊണ്ട് ഒത്തിരി തിരക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ റെസിപ്പീസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഒന്ന് രണ്ടെണ്ണം ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ച റെസിപ്പീസാണ് പോസ്റ്റ് ചെയ്തത്. അതുപോലെ കമൻസിന് ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഓണം റെസിപ്പി തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് കാണാം. ഞാൻ ഒരു ദിവസം എടുത്ത വ്ളോഗല്ല കേട്ടോ, 2-3 ദിവസം കുറച്ച് കാര്യങ്ങളായിട്ട് എടുത്തിരിക്കുന്ന ഒരു ചെറിയ വ്ളോഗാണ്. ഇതിപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയി. ഞാനും അമ്മയും മോളും മാത്രമേ പോയുള്ളൂ. അപ്പം അമ്മ ഓഫീസിലാണ്. ഞങ്ങൾ ചെന്ന് അമ്മയെ വിളിച്ചിട്ട് പോകണം. ഓണം ഷോപ്പിംഗ് ആണ്. അതിങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഇപ്പോൾ വ്യാഴാഴ്ചയായി. ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ, അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല തിരക്കാണ്, സിറ്റിക്കകത്ത് അല്ലെങ്കിലും തിരക്കാണ്. പിന്നെ ഓണവും കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് കാറൊന്നും എടുത്ത് ഇറങ്ങാനേ പറ്റില്ല. ഓട്ടോയോ അല്ലെങ്കിൽ ബസ്സാണ് നല്ലത്. പിന്നെ മോൾക്ക് ഓട്ടോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കല്യാൺ സിൽക്സിലാണ് പോയത്. അതാണ് അടുത്തുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നല്ല തിരക്കാണ് അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോയില്ല. കടയ്ക്കുള്ളിലാണ് തിരക്ക് കേട്ടോ, പുറത്തുള്ളതിനേക്കാളും തിരക്കാണ്. കുട്ടികളുടെ സെക്ഷനിൽ ഒരു രക്ഷയില്ല. പിന്നെ സാരി എടുക്കാൻ പോയപ്പം കുഴപ്പമില്ലായിരുന്നു. സാരിയുടെ സെക്ഷനൊക്കെ അധികം ആളില്ല, ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് കാര്യമായിട്ടൊക്കെ നോക്കി എടുക്കാൻ പറ്റി. നല്ല സാരി അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ എന്നാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രിയായി. പിന്നെ ഞങ്ങൾ തിരിച്ച് അച്ഛൻ വിളിക്കാൻ വന്നു. അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി. അടുത്ത ദിവസം പിന്നെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി, കോട്ടയത്തേക്ക്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചത്. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചയ്ക്കുള്ളത് പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ കാരേറ്റിനടുത്ത് കോണ്ടോർ റോക്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കഴിച്ചത്. സാധാരണ ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയത്ത് എത്താനായിട്ട് ഒരു മാക്സിമം 4.5 മണിക്കൂർ അത്രേ എടുക്കുള്ളൂ. ഇത്തവണ 7 മണിക്കൂർ എടുത്തു. നമ്മൾ 1 മണിക്ക് തിരിച്ചിട്ട് രാത്രി 8 മണിക്കാണ് വീട്ടിലെത്തിയത്. കൊട്ടാരക്കര തൊട്ട് ഇങ്ങോട്ട് കോട്ടയം വരെയും ഫുൾ ബ്ലോക്കായിരുന്നു. നമ്മൾ ഓരോ ജംഗ്ഷനിലും ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും മിനിമം കിടന്നിട്ടുണ്ടാവും. അപ്പോൾ രാത്രി ഒരു 8:30 ആയി വീട്ടിലെത്തിയപ്പോൾ. പിന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് കിടന്നപ്പോഴേ ലേറ്റായി. അപ്പോൾ അടുത്ത ദിവസം കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. യാത്രാക്ഷീണമൊക്കെ ആയിരുന്നു എല്ലാവർക്കും. ട്രിവാൻഡ്രത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുൾ പച്ചപ്പായിട്ട്. നമുക്ക് അവിടെ അങ്ങനെ അത് കാണാൻ പറ്റില്ലല്ലോ, അടുത്തടുത്ത് വീടുകളൊക്കെയാണ്. ഇവിടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. ഇന്നും നല്ല തിരക്കുള്ള ദിവസമാണ്. രാവിലെ തന്നെ മോളെ എഴുത്തിനിരുത്തണം, എഴുതിക്കാൻ കൊണ്ടുപോകണം. ഇവിടെ അടുത്ത് പനച്ചിക്കാട് ക്ഷേത്രം, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂറേ ഉള്ളൂ. അവിടെയാണ് കൊണ്ടുപോകുന്നത്. അത് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നാണ് പറയുന്നത്. അവിടെ ഏത് സമയത്തും എഴുതിക്കാം. സാധാരണ ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമുക്ക് നവരാത്രിയുടെ സമയത്ത് എഴുതിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ്. ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് ഒരുവിധം തിരക്കുകളൊക്കെ ഒഴിഞ്ഞത്. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേച്ചിയാണ്. ചേച്ചിക്ക് ഒരു അണ്ണാൻ കുഞ്ഞിനെ കിട്ടി. അപ്പം അതിനെ ഇങ്ങനെ കുട്ടികളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് ആറ്, മീനച്ചലാറാണ്. അവിടെ ഒരു നല്ല തൂക്കുപാലമൊക്കെ ഉണ്ട്. ഇത് കാണാനൊക്കെ ഒത്തിരി പേര് വരും. അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ അധികം ആളില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ ഈ ഒത്തിരി വെയിൽ വരുന്നതിന് മുന്നേ രാവിലെയും വൈകിട്ടും ഒക്കെ പോയിരിക്കാൻ നല്ല രസമാണ്. ഞാനെപ്പോഴും പോകാറില്ല കേട്ടോ. എനിക്ക് ഈ പാലത്തിൽ കയറുമ്പോൾ കുറച്ച് പേടിയുണ്ട്. ഇങ്ങനെ ആടുന്ന പാലം, ചെറുതായിട്ട് ഇങ്ങനെ ആടുന്ന പാലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുള്ളതുകൊണ്ട് ഞാനെപ്പോഴും പോകാറില്ല. കുട്ടികൾക്ക് പക്ഷേ അങ്ങനെ പേടിയൊന്നുമില്ല, അവർ അതിനകത്ത് ഓടിപ്പോവും. ഒത്തിരി പേരിങ്ങനെ എപ്പോഴും നടക്കുന്നതാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു പേടി കൊണ്ടുള്ളൊരു ഇതേ ഉള്ളൂ. വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു പേടി തോന്നും. ഈ കഴിഞ്ഞ മഴയത്ത്, ഈ പ്രളയത്തിൻ്റെ സമയത്തുണ്ടല്ലോ, അപ്പോൾ ഇത് നിറഞ്ഞായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറി. പിന്നെ ഇവിടെ എപ്പോഴും മീൻ പിടിക്കാനും ഒക്കെ ആൾക്കാർ വരും. നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ആറ്റുമീൻ നിറയെ കിട്ടും. ഇതൊക്കെയാണ് ഓണം വിശേഷങ്ങളും കോട്ടയം വിശേഷങ്ങളും. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ കത്തി വയ്ക്കുന്നില്ല, നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഓണം റെസിപ്പി ബൂന്തിയും പാൽപ്പായസമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ബൂന്തി എന്താണെന്ന്. ട്രിവാൻഡ്രം സൈഡിലൊക്കെ സദ്യയ്ക്ക് ബോളിയും പാൽപ്പായസവും ആണ് മിക്കവാറും കൊടുക്കാറുള്ളത്. അതിന് പകരം ചില സമയത്ത് ഈ ബൂന്തിയും പാൽപ്പായസവും ആയിരിക്കും. ബൂന്തി ശരിക്കും നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കടലമാവ് വെച്ചിട്ടാണ് ബൂന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. കാരണം കടലമാവിൽ എപ്പോഴും ഇങ്ങനെ കട്ടകളുണ്ടാവും. അപ്പോൾ അത് മാറ്റാനായിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ചയുണ്ടല്ലേ, വീട് റോഡിനടുത്താണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വണ്ടികളൊക്കെ പോവും, അതിൻ്റെ ഒച്ചയാണ്. അപ്പോൾ മാവ് ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി കളറിനായിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്താലും മതി. പക്ഷെ മഞ്ഞൾപ്പൊടി ചേർത്താലും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പം നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറുകിയൊരു മാവായിട്ട് കലക്കിയെടുക്കാം. ഏകദേശം ഒരു ദോശ മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം. ഒട്ടും ലൂസായി പോകരുത്. അപ്പോൾ മാവ് റെഡിയായി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ബൂന്തി ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി പഞ്ചസാര പാനി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിൽ 1/4 കപ്പ് പഞ്ചസാര ഇടാം. 1/2 കപ്പ് വരെ ചേർക്കാം കേട്ടോ. 1/2 കപ്പൊക്കെ ചേർത്താൽ നല്ല മധുരമായിരിക്കും. അത് അങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഞാനൊരു അല്പം പഞ്ചസാര കുറച്ചിട്ടുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കാം. നിങ്ങൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി ഇതിനകത്തൊരു 2 ഏലക്കയും 4-5 ഗ്രാമ്പും ഇടാം. പിന്നെ ഈ പഞ്ചസാര ഫുൾ അലിഞ്ഞ് അതൊരു ഒറ്റ നൂൽ പരുവാവണം കേട്ടോ. നല്ലതായിട്ട് ഒട്ടുന്നൊരു പരുവത്തിലാവണം. ഇവിടെ വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ പാനി എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് പോലെ അല്ലെങ്കിൽ ഒരു നൂല് പോലെ വരണം. ഇതുപോലെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം.
ഇനി ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കണം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഈ ബൂന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഹോൾസ് ഉള്ള എന്തെങ്കിലും ഒരു പാത്രം വേണം കേട്ടോ. പാത്രമോ സ്പൂണോ എന്തെങ്കിലും വേണം. നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു സ്പൂൺ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ഒഴിക്കുമ്പോഴാണ് ഇങ്ങനെ ബോൾസ് ആയിട്ട് ആ മാവ് എണ്ണയിൽ വീഴുന്നത്. അപ്പം ഇതുപോലെ ഏത് പാത്രം ആയാലും മതി. പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ എണ്ണയിൽ തട്ടിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് മുകളിൽ വെച്ചിട്ട് ആ മാവ് ഒഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കണം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ബോൾസ് ആയിട്ട് എണ്ണയിലേക്ക് വീഴും. കുറച്ച് മാവ് ഒരു സമയത്ത് ഒഴിച്ചാൽ മതി കേട്ടോ, ഒത്തിരി ആയിപ്പോവരുത്. ഇത്രയൊക്കെ ഒഴിച്ചാൽ മതി. ഇനി ഇത് ഒന്ന് ഫ്രൈ ആവണം. ഒത്തിരി അങ്ങനെ നിറം ഒന്നും മാറരുത്, ഒന്ന് ക്രിസ്പി ആയാൽ മതി. ഒന്ന് മൊരിഞ്ഞതിന് ശേഷം എടുക്കാവുള്ളൂ കേട്ടോ, കാരണം അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പം ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിപ്പോൾ ഒരു കരുകരുപ്പ് കാണത്തില്ല. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഈ ഒരു മഞ്ഞ കളറിൽ തന്നെ ഇരിക്കണം, അതിൻ്റെ നിറം ബ്രൗൺ ഒന്നും ആവാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഞ്ചസാര പാനി ഉണ്ടല്ലോ അതിനകത്തോട്ടിടാം. ഇനി ബാക്കിയിരിക്കുന്ന മാവ് വെച്ചും ഇതുപോലെ തന്നെ ബൂന്തി ഉണ്ടാക്കിയിട്ട് പഞ്ചസാര പാനിലിട്ട് വെക്കണം. ഇനി നിങ്ങൾ ഒഴിക്കുമ്പം ആ ഒരു ഷേപ്പിന് വീഴുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഈ സ്പൂണിൻ്റെ ബാക്കിൽ ഇങ്ങനെ മാവ് ഉണ്ടാവുമല്ലോ, അത് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ട് ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതായിട്ട് തുടച്ചിട്ട് വീണ്ടും മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു നല്ല ഷേപ്പിന് തന്നെ വീഴും. അപ്പം ഞാൻ ആ സ്പൂണിൻ്റെ താഴെയുള്ള മാവ് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് വീഴുന്ന കണ്ടോ, നല്ല ബോൾസ് ആയിട്ട് ആ ഒരു ഷേപ്പിന് തന്നെ വീഴുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ബൂന്തി എല്ലാം ഫ്രൈ ചെയ്ത് പഞ്ചസാര പാനിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പാനി നല്ല ഇങ്ങനെ ഒട്ടുന്ന പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ബൂന്തിയിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴും അതെല്ലാം കൂടി ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ, ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പം ഈ പഞ്ചസാര പാനി നല്ലതായിട്ടങ്ങ് കട്ടിയാവും. അപ്പോൾ ഈ ബൂന്തിയുടെ മുകളിലിങ്ങനെ പഞ്ചസാര കോട്ട് ചെയ്തിരിക്കും, വെള്ള കളറിൽ കോട്ട് ചെയ്തിരിക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബൂന്തി പോലെ തന്നെ കിട്ടും. ഇതേ രീതിയിലാണ് നമ്മൾ ലഡു ഉണ്ടാക്കുന്നത് കേട്ടോ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ ഏലക്കയും ഗ്രാമ്പും ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒട്ടി ഇരിക്കുന്ന പോലെയല്ലേ ഉള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാനിത് കാണിച്ചു തരാം. പിന്നെ ഈ ബൂന്തി നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം കേട്ടോ, തലേ ദിവസമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. 2-3 ദിവസം കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൽപ്പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ അരി പായസം അരി എന്നും പറയും. പായസം വയ്ക്കാൻ ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സാധാരണ ശർക്കര ചേർത്ത അരിപ്പായസം ആയാലും പാൽപ്പായസം ആയാലും ഒക്കെ ഈ അരി വെച്ചുണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പിടി അരിയാണ് നമുക്ക് വേണ്ടത്. കയ്യിൽ തന്നെ എടുത്താൽ മതി. ഒരു കൈപ്പിടി അരി എടുക്കാം. അപ്പോൾ ഒരു പിടി അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഒരു കുക്കറിലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴുകിയെടുത്ത അരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും, നമുക്കധികം പണിയില്ല. ഇനി ഇതിനകത്ത് 4 കപ്പ് വെള്ളം ഒഴിക്കാം. പശുമ്പാലാണ് കേട്ടോ, നല്ല കട്ടി പാലാണ്. 4 കപ്പ് ഒഴിക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ 3/4 കപ്പാണ് ചേർക്കുന്നത്. 1 കപ്പ് വരെ ചേർക്കാം. 1 കപ്പ് ചേർത്ത പായസത്തിന് നല്ല മധുരം ഉണ്ടാവും. പൊതുവേ പാൽപ്പായസത്തിന് കുറച്ച് മധുരം ഉള്ളതാണ് നല്ലത്. പക്ഷെ എൻ്റെ വീട്ടിൽ ആർക്കും അങ്ങനെ അധികം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരല്പം കുറച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് ചേർത്തോളൂ. ഇനി ഇതിനകത്ത് ഫ്ലേവറിനായിട്ടൊരു 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഈ പാലൊന്ന് തിളയ്ക്കണം. തിളച്ച് പൊങ്ങൊന്നും വേണ്ട, ജസ്റ്റ് നല്ലതായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയാൽ മതി. ആ സമയത്ത് കുക്കർ അടച്ച് വേവിക്കാം. ഇപ്പോൾ അതേ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. എത്രത്തോളം ലോയിൽ വെക്കാൻ പറ്റുമോ അത്രയും ലോ ഫ്ലെയിമിൽ വെക്കാം. ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചാൽ മതി.
എന്നിട്ട് 40 മിനിറ്റ് കുക്കർ അടച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇടയ്ക്ക് ചെറുതായിട്ട് വിസിലൊക്കെ വരും, അത് കുഴപ്പമില്ല. കറക്റ്റ് 40 മിനിറ്റ് ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കർ തുറന്നാൽ മതി. അപ്പോഴേക്കും പായസം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ്, ഇടയ്ക്ക് വിസിൽ വന്നാലും കുഴപ്പമില്ല. 40 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂറും കൂടി അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് കുക്കർ തുറക്കുമ്പോൾ പായസം റെഡി ആയിട്ടുണ്ടാവും. പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും അരമണിക്കൂർ ആവുന്നതിന് മുന്നേ തുറന്നു കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തത് 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു. കാരണം ഇവിടെ ലൈറ്റ് പോകാറായി. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെയാണ് തുറന്നത്. കുറച്ച് സമയം കൂടി ഇരിക്കുമ്പം ഒരല്പം കൂടെയൊക്കെ കുറുകും. എന്നാലും ഒത്തിരി അങ്ങനെ കുറുകിയ പായസമല്ല. ഈ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അരിയൊക്കെ നല്ലതായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു പിങ്ക് കളറാണ്. അപ്പോൾ നല്ല അടിപൊളി പാൽപ്പായസം റെഡി. ഇനി ഈ പായസം നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് കുറുകി കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ ഈ കുക്കർ തുറന്നതിന് ശേഷം കുറച്ചും കൂടി സമയം ഇത് നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ 40 മിനിറ്റ് വേവിക്കുന്നില്ലേ, അതിന് പകരം ഏറ്റവും ചെറിയ തീയിൽ തന്നെ കുറച്ചും കൂടി സമയം, ഒരു മണിക്കൂർ വരെയൊക്കെ ചിലർ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ പായസം കുറച്ചും കൂടി നല്ലതായിട്ട് കുറുകി കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഏതായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രത്തോളം തീ കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും, പാലൊക്കെ വറ്റിപ്പോവും. അത് ശ്രദ്ധിക്കണം. അങ്ങനെ പേടിയുള്ളവർക്ക് ഇതുപോലെ തുറന്നതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. കുറച്ച് കണ്ടൻസ് മിൽക്കൊക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്നാലും നല്ലതായിട്ടൊക്കെ ഒന്ന് കുറുകി കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പായസം നല്ല ടേസ്റ്റാണ്. പിന്നെ കൂടുതൽ കണ്ടൻസ് മിൽക്കൊന്നും ഞാൻ ചേർക്കാറില്ല. അപ്പോൾ പാൽപ്പായസവും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച ബൂന്തി കാണിച്ചു തരാം. കണ്ടോ, ഞാനിതിപ്പം ഉണ്ടാക്കിയിട്ട് ഒരു മണിക്കൂറൊക്കെ ആയി. പക്ഷെ അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. നല്ലതായിട്ട് ഡ്രൈ ആയി. കണ്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഒട്ടിയിരിക്കുമല്ലായിരുന്നോ, അത് മാറി. പഞ്ചസാര കട്ടിയായിട്ട് ബൂന്തിയുടെ മുകളിൽ ഇങ്ങനെ ഒരു വെള്ള കോട്ടിംഗ് പോലെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നല്ലവണ്ണം കോട്ട് ചെയ്തിരിക്കും. ഞാനിവിടെ 1/4 കപ്പല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പം ചെറുതായിട്ടൊരു കോട്ടിങ്ങേ ഉള്ളൂ. പക്ഷെ ഇത് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല മധുരമാണ്. പിന്നെ കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവർക്ക് 1/2 കപ്പ് ചേർക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പായസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, വെറുതെ തന്നെ കഴിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാവും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബൂന്തിയില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും. കല്യാണ സദ്യക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വിളമ്പുന്നത്. പാൽപ്പായസവും ബൂന്തിയും വേറെ വേറെയാണ് വിളമ്പുന്നത്. അല്ലാതെ അതിൻ്റെ കൂടെ അങ്ങനെ മിക്സ് ചെയ്യൊന്നുമില്ല. ബോളിയാണെങ്കിൽ ബോളിയുടെ മുകളിൽ പാൽപ്പായസം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്താണല്ലോ കഴിക്കുന്നത്. ഇത് ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല, സെപ്പറേറ്റ് ആണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയുമാണ്, എളുപ്പമാണ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഓണം കഴിഞ്ഞിട്ട് കാണാം. നാളെ തിരുവോണമാണ്. അപ്പോൾ എല്ലാവരും നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.